+1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചും അതുപോലെ റീവാലുവേഷനെ കുറിച്ചും അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത അധ്യയന വർഷത്തെ 1ാം വർഷ ബിരുദ ക്ലാസുകൾ ജൂലൈ 1 ആരംഭിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചിട്ടുണ്ട്. 1ാം വർഷ ബിരുദ പ്രവേശനത്തിനുള്ള അപേക്ഷ ജൂൺ 7 വരെ സ്വീകരിക്കുമെന്നും 16-നുള്ളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ 21-നുള്ളിൽ നടത്തുമെന്നും 2ാം അലോട്ട്മെൻറ്റ് ജൂൺ 30-നുള്ളിലും 3ാമത്തെ അലോട്ട്മെൻറ്റ് ജൂലൈ 5-നുള്ളിൽ പൂർത്തീകരിക്കുമെന്നും അറിയിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പ്രവേശനത്തെക്കുറിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അറിയിച്ചത്. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ആയി റിസൾട്ട് പ്രസിദ്ധീകരിച്ചേക്കാം. റിസൾട്ട് വന്നതിന് ശേഷം ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാവുന്നതാണ്. എന്നാൽ ഡബിൾ വാലുവേഷനുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങൾക്ക് റീവാലുവേഷൻ ഇല്ല. ഒരു വിഷയത്തിന് റീവാലുവേഷന് 500 രൂപയാണ് ഫീസ്. റീവാലുവേഷൻ അതുപോലെ സ്ക്രൂട്ടനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റീവാലുവേഷന് കൊടുക്കുന്ന ഫീസ്, റീവാലുവേഷൻ കൊടുത്തിട്ട് മാർക്ക് 10% അധികം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. ഇനി റിസൾട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. കേരള റിസൾട്ട്സ് nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. DHC ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻ്റ് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. എല്ലാവരും ഒരേ സമയത്ത് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് സൈറ്റ് ബിസി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റിസൾട്ട് ലഭിച്ചയുടൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്തു വയ്ക്കാൻ മറക്കരുത്. ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നയുടൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിഗ്രി അലോട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.